ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയ തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി താൻ മുഖ്യമന്ത്രി കസേര ഒഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് സംവിധാനം അട്ടിമറിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA ബംഗാളിൽ വിജയിച്ചതെന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാതെ ബാലിശമായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഇനി മമതാ ബാനർജി മുഖ്യമന്ത്രി കസേര ഒഴിയാൻ തയ്യാറായില്ലെങ്കിലോ? ഇപ്പോൾ ബംഗാളിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ NDA മൃഗീയ ഭൂരിപക്ഷം നേടി വിജയിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് മമതയുടെ കാലാവധി കഴിഞ്ഞു. അവർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിവായിട്ട് ആ കസേര ഒഴിവാക്കിയിട്ട് പോകേണ്ടതാണ്. പക്ഷേ മമതാ ബാനർജി അങ്ങനെ പോകാൻ തയ്യാറാവുന്നില്ല. ഇനി അങ്ങനെ പോകാൻ തയ്യാറായില്ലെങ്കിലോ? തെരഞ്ഞെടുപ്പ് ഫലം സ്വാഭാവികമായിട്ട് ഔദ്യോഗികമായി പുറത്തു വന്നാൽ നിലവിൽ ഭരണത്തിലുണ്ടായിരുന്ന പാർട്ടി അല്ലെങ്കിൽ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക എന്നതാണ് നമ്മുടെ ജനാധിപത്യപരമായ കീഴ്വഴക്കം അല്ലെങ്കിൽ നിയമം. ഇനി ഈ നിയമം മമതാ ബാനർജി അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയെ പുറത്താക്കാൻ സാധിക്കും. ഭരണഘടനയുടെ 164 അനുച്ഛേദം അനുസരിച്ച് ഗവർണർക്ക് ആ സംസ്ഥാനത്തെ ഭരണകർത്താവിനോടുള്ള പ്രീതി ഉള്ളിടത്തോളം കാലം മാത്രമേ ഭരണത്തിൽ മന്ത്രി പദവിയിൽ ഇരിക്കാൻ സാധിക്കൂ. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയെയോ സഖ്യകക്ഷികളെയോ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി ഗവർണർക്ക് ക്ഷണിക്കാം. ഇവിടെ ഈ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA മൃഗീയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും അതുകൊണ്ട് തന്നെ മമതാ ബാനർജി ഇനി ഞാൻ മുഖ്യമന്ത്രി കസേര ഒഴിയില്ല അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എത്രയൊക്കെ പ്രതിഷേധം നടത്തിയാലും ബംഗാളിൽ NDA സർക്കാർ നിലവിൽ വരിക തന്നെ ചെയ്യും. ബംഗാളിൽ NDA ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെയോ ഭൂരിപക്ഷമുള്ള മുന്നണിയെയോ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി ഗവർണർ തീർച്ചയായിട്ടും ക്ഷണിക്കും. ഇത് ഇനി മമതാ ബാനർജി രാജിവെച്ചാലും ഇല്ലെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അവരുടെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തതിന് ശേഷം ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന മമതാ ബാനർജിയെ മാറ്റി പുതിയ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ 356 അനുച്ഛേദ പ്രകാരം സംസ്ഥാനത്ത് ഭരണഘടനാപരമായ സ്തംഭനാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഗവർണറുടെ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാരിന് നേരിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സാധിക്കും. ക്രമസമാധാന നില തകരുകയോ മുഖ്യമന്ത്രി അവരുടെ കസേര ഒഴിവാക്കാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ നിലവിൽ ഈ ഭരണ സംവിധാനം നിലവിൽ വന്നേക്കാം. മമതയ്ക്ക് താൻ തോറ്റു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, സംശയമുണ്ടെങ്കിൽ നിയമപരമായി തന്നെ കോടതിയെ സമീപിക്കാം. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് വിധി വരുന്നത് വരെ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള റൈറ്റ് ഒന്നും മമതാ ബാനർജിക്കില്ല. ഇനി ഒരിക്കലും മാറാൻ മമത കൂട്ടാക്കുന്നില്ലെങ്കിൽ തൂക്കി വെളിയിലേക്കിട്ട് മമതയെ മാത്രമല്ല ബംഗാളിലേക്ക് കുടിയേറിയ കുടിയേറ്റക്കാരെ വരെ തൂക്കി വെളിയിലേക്ക് എറിഞ്ഞിട്ട് അവിടെ NDA സർക്കാർ ഭരണത്തിൽ കയറി ചരിത്രം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. മറ്റൊരു നല്ലൊരു വീഡിയോ ഇട്ട് ഉടൻ വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.